ഇന്ന് law of conservation of energy അതാണ് ടോപ്പിക്. എന്താണ് conservation of energy? Energy can neither be created nor be destroyed. It can only be transformed from one form to another. ഉള്ള എനർജിയെ നശിപ്പിക്കാനോ പുതിയതായിട്ടുള്ള എനർജിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. അതിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ്. എന്താണ് മെക്കാനിക്കൽ എനർജി? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, അതാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് എ കോൺസ്റ്റന്റ്. ഇത് പ്രൂവ് ചെയ്യണം. അപ്പോ ഈ പ്രൂഫിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാം അല്ലെ. ഈ ഡയഗ്രാം ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയാണ് ഈ വരച്ചിരിക്കുന്നത്. എന്താണ് ഫ്രീലി ഫോളിംഗ് ബോഡി? ഫ്രീ ആയിട്ട് ഫോൾ ചെയ്യുന്ന ബോഡി, ഫ്രീ ആയിട്ട് താഴത്തേക്ക് വരുന്ന ബോഡി. ഒരു എക്സാമ്പിൾ, ഒരു മാവിന്റെ മേലെ നിന്ന് ഒരു മാങ്ങ താഴേക്ക് വീഴുന്നു, അതൊരു ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിന് എന്തെങ്കിലും ഒരു കാര്യം താഴത്തേക്ക് വീഴുന്നു, അതൊരു ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. അപ്പൊ ഇതാണ് ഫ്രീലി ഫോളിംഗ് ബോഡി. ഈ ഫ്രീലി ഫോളിംഗ് ബോഡി h ഹൈറ്റിലായിരിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 0. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. The velocity of a body at the maximum height is equal to 0. അപ്പൊ ഈ ബോഡിയുടെ മോഷനിൽ ഞാൻ 3 പോയിന്റ്സ് കൺസിഡർ ചെയ്യാണ്, A, B and C. A എന്ന് പറയുന്ന പോയിന്റ് മാക്സിമം ഹൈറ്റിലാണ്. ദ പോയിന്റ് B, ഈ ബോഡി x ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തിട്ട് എത്തുന്ന പോയിന്റ് ആണ്. C എന്ന് പറയുന്ന പോയിന്റ് ജസ്റ്റ് അബവ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിന്റെ തൊട്ടു മേലെ. ഈ 3 പോയിന്റ്സിലും ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് അറ്റ് എ. അറ്റ് എ kinetic energy is equal to half mv². വെലോസിറ്റി എന്താണ്? എയിലെ വെലോസിറ്റി എന്താണ്? 0. അപ്പോ half m into 0 that is equal to 0. Kinetic energy is equal to 0 കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഈ ബോഡി h ഹൈറ്റിലാണ് അല്ലേ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, mg into height at which the body is placed. ഏത് ഹൈറ്റിലാണോ ബോഡി ഇരിക്കുന്നത് അത് ഇൻറ്റു mg ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അപ്പൊ ഈ ബോഡി h ഹൈറ്റിലായതുകൊണ്ട് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh. അപ്പൊ ടോട്ടൽ എനർജി എന്താ വരിക? kinetic energy plus potential energy is equal to 0 plus mgh, that is equal to mgh. അതാണ് total energy at the point A. Okay, ഇനി total energy at B കണ്ടുപിടിക്കാം. at B kinetic energy is equal to half mv² തന്നെയാണ് ഇക്വേഷൻ. പക്ഷേ വെലോസിറ്റി 0 അല്ല. ബോഡി ബിയിലെത്തി കഴിയുമ്പോൾ വെലോസിറ്റി 0 അല്ല. വെലോസിറ്റി കണ്ടുപിടിക്കാം. ഈ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കുക. എന്താണ്? v² മൈനസ് u² is equal to 2as എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അതിൽ നിന്ന് v² കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് u എന്താണ്? ഈ ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? 0 അല്ലേ. a എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ബോഡി താഴേക്ക് വരുന്നത് കൊണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവ് എടുക്കുക. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു ബോഡിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് എന്ന് കൊടുക്കണം. ഓക്കെ, എസ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് ബോഡി എത്ര ഡിസ്പ്ലേസ്മെന്റിലാണ് വന്നിരിക്കുന്നത്? എക്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു എക്സ്. ഈ 3 ഇക്വേഷൻസ് എടുത്ത് ഇവിടേക്ക് കൊടുത്തേ. അപ്പൊ v² is equal to v² minus u എന്താണ്? 0 equals 2gx. v² is equal to 2gx. ഈ ഇക്വേഷൻ എടുത്തിട്ട് നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ കൈനറ്റിക് എനർജി is equal to half m into v² ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2gx കൊടുക്കുക. 2 ക്യാൻസൽ ആയി. കൈനറ്റിക് എനർജി എന്ത് കിട്ടി? mgx എന്ന് കിട്ടിയോ? ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജി is equal to ഈ ബോഡി ഏത് ഹൈറ്റിലായിരിക്കുന്നത്?
h മൈനസ് എക്സ് ഹൈറ്റിലാണ് ഈ ബോഡി ഉള്ളത് അല്ലേ, h മൈനസ് എക്സ് ഹൈറ്റിൽ. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി എന്താ വരിക, എം ജി ഇൻറ്റു ഹൈറ്റിന്റെ സ്ഥാനത്ത് h മൈനസ് എക്സ് കൊടുക്കുക. That is equal to mgh minus mgx. അതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി എന്ത് വേണം, ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ടോട്ടൽ എനർജി is equal to kinetic energy plus potential energy, which is equal to kinetic energy എന്താ, mgx plus potential energy എന്താണ്, mgh minus mgx. ആരൊക്കെ ക്യാൻസൽ ആയി പോയി, mgx ഉം മൈനസ് mgx ഉം ക്യാൻസൽ ആയി പോയി. ടോട്ടൽ എനർജി is equal to mgh. at the point b also ടോട്ടൽ എനർജി mgh കിട്ടി. എയിലും mgh, ബിയിലും mgh. ഇനി നമുക്ക് സിയിലും കൂടെ mgh എന്ന് പ്രൂവ് ചെയ്താൽ പ്രൂഫ് കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇനി നോക്കുക, at point c വീണ്ടും കൈനറ്റിക് എനർജി എടുക്കുക, ഹാഫ് എം ബി സ്ക്വയർ. ബി സ്ക്വയർ കണ്ടുപിടിക്കണ്ടേ അല്ലേ. ഓക്കെ, ബി സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഈ ബോഡി എയിൽ നിന്നും സിയിലേക്ക് എത്തുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, എച്ച് ആണ്. എയിലിരിക്കുന്ന ബോഡി സിയിലേക്ക് എത്തുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. അപ്പൊ എസ് എന്ന് പറയുന്ന അവിടെ എച്ച് എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. b square minus u square is equal to 2as എന്ന് തന്നെ എടുക്കുക. u എന്താണ് വരിക, 0. a എന്താണ്, g. s എന്തെടുക്കണം എന്ന് പറഞ്ഞു, h. എയിൽ നിന്നും സിയിലേക്കാണ് ബോഡി വരുന്നത്, ഡിസ്പ്ലേസ്മെന്റ് h എന്ന് കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് b square minus 0 is equal to 2gh അല്ലേ. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ b square is equal to 2gh. ഇനി കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചൂടെ. യെസ്, കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചേ. Kinetic energy is equal to half m into v square ന്റെ സ്ഥലത്ത് 2gh കൊടുക്കുക. 2gh കൊടുത്തു, അപ്പോ 2 2 ക്യാൻസൽ ആയി. എന്ത് വരും, kinetic energy is equal to mgh. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, ബോഡി താഴെ എത്തിക്കഴിഞ്ഞു, ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈറ്റ് 0 എന്ന് കൊടുക്കുക. ഹൈറ്റ് 0 കൊടുത്തപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും വരിക, mg into 0 അല്ലേ, പൊട്ടൻഷ്യൽ എനർജി 0. അപ്പൊ ടോട്ടൽ എനർജി എന്ത് വന്നു, 0 plus mgh, that is mgh. ടോട്ടൽ എനർജി at the point c is also mgh. അപ്പൊ മൂന്ന് പോയിന്റിലും എയിലും ബിയിലും സിയിലും ടോട്ടൽ എനർജി എന്താ കിട്ടിയത്, mgh എന്ന് കിട്ടി. ഉണ്ടോ, at the point a mgh, at the point b mgh, at the point c is also mgh. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, law of conservation of mechanical energy is proved. Total energy is a constant എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഈസി അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട് ഫിസിക്സിൽ. നമുക്ക് ഓരോരോ ഡെറിവേഷൻസ് ആയിട്ട് ഓരോ വീഡിയോയിൽ ഉടനെ ഉണ്ടാവും. Till then, take care. Bye.